അതെ, ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നേ. എന്നാൽ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് മുളക് പൊടി, 2-3 കുഞ്ഞുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലേക്ക് ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അരയ്ക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേനും നമുക്കൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് കിട്ടുമ്പോൾ വേണം നമുക്ക് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ. അപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ വേണം നമ്മൾ ഈ ചമ്മന്തിയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തി നല്ല കുറുകിയ രീതിയിൽ കൂട്ടുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. വെള്ളം ചേർത്തു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ഒരുപാട് അങ്ങോട്ട് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കൂട്ട് ഒഴിക്കുമ്പോൾ തന്നെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ആക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ചമ്മന്തി പിരിഞ്ഞു പോകും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ചോദിച്ച ആൾ ഇത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.